ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നോമ്പ് തുറ ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറുപഴം 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം ഇനി കുറച്ച് കൂടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതൊരു അറേബ്യൻ ജ്യൂസാണ്. ഇതിൻ്റെ പേര് അസ്ഫഹാനി എന്നാണ്. നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. അപ്പോൾ ഞാൻ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം ഞാൻ 2 പഴം എടുത്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ 4 ഗ്ലാസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുക. പിന്നെ ഈത്തപ്പഴം ഞാൻ കുതിർത്തി വെച്ച ഈത്തപ്പഴമായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പാല് നല്ല തണുത്ത പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇത് അരച്ചെടുക്കുക. ഇതുപോലെ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കേണ്ടത് തേനാണ്. തേനില്ലെങ്കിലും ഈ ജ്യൂസിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കാം. തേൻ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.